സി ഫസ്റ്റ് ഓഫ് ഓൾ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് വളരെ സമൂഹത്തിന് ചില യാഡ് സ്റ്റിക്കുകളുണ്ട്. ഇന്നത് ഒരു കുട്ടി കാണാൻ പാടില്ല, ഇന്നത് ഇത്ര വയസ്സായിട്ടുള്ള കുട്ടികളെ കാണാൻ പാടുള്ളൂ എന്നല്ല. അതിനാണല്ലോ പറഞ്ഞത് അണ്ടർ 13, 18, പാരന്റൽ ഗൈഡൻസ് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ ക്ലോസ് ഉണ്ട് അതിനകത്ത്. അപ്പം അണ്ടർ 16 വിത്ത് പാരന്റൽ ഗൈഡൻസ്. അപ്പം എന്താ പാരൻസ് വേണം, ഒറ്റയ്ക്ക് ആ കുട്ടിക്ക് തിയേറ്ററിൽ പോകാൻ പറ്റില്ല. പിന്നെ ഉള്ളത് നോ ചിൽഡ്രൻ, 18 താഴ്ത്താണെങ്കിൽ കൊണ്ടുമില്ല. അപ്പം അങ്ങനെയുള്ള പടങ്ങൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടതാണ്. ഉണ്ണിയുടെ മാർക്കോന് അത് ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഒറ്റ കുട്ടികൾക്ക് കയറി കാണാൻ പറ്റില്ല. സോ അത് കറക്റ്റാണ് ചെയ്യുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ എന്താ പേരെന്താ, ബിൻഷ ചില സമയങ്ങളിൽ നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. എവിടെയോ എന്തൊരു ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ വരും. ഞാൻ എൻ്റെ കീർത്തിചക്ര ഒരു കാര്യം പറയാം. കീർത്തിചക്ര എന്ന പടത്തിനകത്ത് ഒരു 20 മിനിറ്റ് റേഞ്ച് സീക്വൻസ് നിങ്ങളെല്ലാം കണ്ടു കാണുന്നുണ്ട്. ഞാനത് ഷൂട്ട് ഇത് തിയേറ്ററിൽ കൊടുക്കുന്ന സമയത്ത് എൻ്റെ വിഷയം മുഴുവൻ അതായിരുന്നു, ആ റേഞ്ച് സീക്വൻസ് ഇവർ കട്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, അന്ന് ഞാൻ ആദ്യത്തെ ഡയറക്ടറാണ്. എനിക്ക് സെൻസർ ബോർഡ് ഓഫീസർ ആരാന്ന് പോലും അറിയില്ല, അവരായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. ഞാൻ പുറത്ത് ഒരു സാധാരണ ഡയറക്ടറെ പോലെ, ഇപ്പം സക്കീറൊക്കെ ഇരുന്ന പോലെ നമ്മൾ സൈഡിലൂടെ ഇരിക്കുന്നുണ്ട്, കലാഭവൻ്റെ മുന്നിൽ. അവിടെ ഇരുന്ന് ഒരു പടം കണ്ടിട്ട് എല്ലാവരും അകത്തോട്ട് പോയി. അന്ന് ഗണേശൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നതിൽ മെമ്പറായിട്ട് അങ്ങനെ 2-3 ലേഡീസ് ഉണ്ട്, 2 പേരും. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരെന്നെ വിളിക്കുന്നില്ല. അപ്പം ഈ 1/2 മണിക്കൂറിൽ ഇവർ ഡിസ്കഷനാണ്, വാട്ട് വിൽ വി ഡു, ഈ സിനിമയ്ക്ക് അത് എന്ത് ചെയ്യാം. എൻ്റെ പേടി മുഴുവൻ എന്താണ്, റേപ്പ് സീക്വൻസ് എവിടെയൊക്കെ കട്ട് ചെയ്യും. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ക്ലൈമാക്സ് പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി വരുന്ന ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ആ പഞ്ച് കിട്ടുന്നില്ല. ഇതിന് കാണിച്ച അട്രോസിറ്റിക്ക് എൻ്റെ ഹീറോ വന്ന് അവരെ കൊല്ലുമ്പോഴാണ് ആ ഒരു കിക്ക് കിട്ടുന്ന ഓഡിയൻസ്. അപ്പം അവിടെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവസാനം 1/2 മണിക്കൂർ കഴിഞ്ഞ് അകത്തേക്ക് വിളിച്ചിട്ട് സെൻസർ ഓഫീസർ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ചിരിച്ചിട്ട്, ആരും മിണ്ടുന്നില്ല, എന്നോട് ചോദിച്ചു, ഞങ്ങളിപ്പോൾ ചില കൺഫ്യൂഷനിലാണ്. ഞാൻ പറഞ്ഞത് റേപ്പ് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചു. അതല്ല, ഇതിപ്പോൾ ഏത് ലാംഗ്വേജിൽ സെൻസർ ആയിരുന്നു, ഇതായിരുന്നു ഒരു പ്രശ്നം. അതിനകത്ത് മലയാളമുണ്ട്, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു അത് മോഹൻലാലല്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മലയാളത്തിൽ തന്നെ ഓക്കെ എന്നുള്ളത്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താണ് ആ റേപ്പിനെ കുറിച്ച്. അപ്പോൾ അവിടെ സാറ തോമസ്, ഐ തിങ്ക് സം ലേഡി വാസ്, രവി ഡോണ്ട് കട്ട് എ സിംഗിൾ ഇഞ്ച് ഫ്രം ദാറ്റ്. ഒരു ലേഡിയാണ് പറയും, അവർ സോഷ്യലി വുമൻ എംപവർമെൻറ്റ് അതെല്ലാം പറഞ്ഞു നടക്കുന്ന ആ ലേഡി എൻ്റെ അടുത്ത് 1 ഇഞ്ച് പോലും എന്നെ കട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു വേണ്ട, നോ, ആ അട്രോസിറ്റി നിങ്ങൾ കാണിച്ചിരിക്കുന്നത്, നിങ്ങൾ റേപ്പാണ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് ഞാൻ ബ്ലൗസ് വിരിച്ച് കയറുന്നതൊന്നല്ല കാണിച്ചിരിക്കുന്നത്, ഞാൻ ആ പെൺകുട്ടിയുടെ ഫേസാണ് കാണിച്ചത്. ഒരു പെൺകുട്ടിക്ക് റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അവളുടെ ഫേസിലാണ് അവളുടെ അഗണി കാണുന്നത്, അവളുടെ കണ്ണിലാണ്, അവളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ, ആ കണ്ണീരിലാണ് നമ്മുടെ വികാരം. അല്ലാതെ അതൊരു സെക്ഷൽ വികാരം അല്ലാതെ ആ ഒരു അട്രോസിറ്റിയാണ് വരുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഡോണ്ട് കട്ട് എനിത്തിങ്. സത്യം പറഞ്ഞാൽ പിന്നീട് ഞാൻ സരിത തിയേറ്ററിൽ ഇവിടെ വന്നിരുന്നത് ഞാൻ 16 അടി കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഫുൾ ഫാമിലി നിറഞ്ഞിരിക്കുമ്പോൾ എനിക്കെന്തോ ഒരു എംബറാസ്മെന്റ് പോലെ. അപ്പം യു കനോട്ട് ഫുള്ളി പുട്ട് ദ ബ്ലെയിം ഓൺ ടു ദ സിസ്റ്റർ ഓൾസോ. അത് സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവരത് കറക്റ്റായിട്ട് ചെയ്യും. പക്ഷെ ഇപ്പം നടക്കുന്ന എന്താണ്, ഇൻഫ്ലുവൻസിൽ സെൻസർ മെമ്പേഴ്സ് ആയിട്ട് കയറുന്ന കുറേ ആൾക്കാരുണ്ട്. ദാറ്റ്സ് എ സാഡ് പാർട്ട്. കാരണം ഞാൻ ഈ പാർട്ടിക്കാരൻ ആ പാർട്ടിക്കാരൻ എന്ന് പറഞ്ഞ് കയറുന്നവർക്ക് സിനിമയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. അല്ലെങ്കിൽ ദേ ആർ നോട്ട് ദാറ്റ് ഹാർഡ്. തോന്നുന്നുണ്ട് ഈ സെൻസർ ബോർഡ് അംഗങ്ങൾ. അപ്പോൾ അത് ആവശ്യമുള്ള ചരിത്രം പറയുന്നത് ആവശ്യമുള്ള സ്ഥലത്ത് അത് വേണ്ടതല്ലേ, അത് സിനിമയിലായാലും ആവശ്യമുള്ള സ്ഥലത്ത് അത് വേണം. പക്ഷെ അവിടെ എന്താണ്, ആര് പറഞ്ഞിട്ടാണ് അത് കട്ട് ചെയ്തതെന്നുള്ള ഇപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ആരെങ്കിലും പറഞ്ഞു. സോ പോസ്റ്റ്മോർട്ടം ഡു ദാറ്റ്. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരാളും പറഞ്ഞില്ല അത് കട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ളത്. സോ ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ദാറ്റ്.